സി ഒരിക്കലും ഇപ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടണം. മലയാളിക്ക് പിന്നെ എന്ത് ഉടുക്കാം ഏത് ഉടുക്കാം, വില കുറച്ച് കിട്ടണം. ഇവിടെ വേറൊരു ഷോപ്പ് വന്നിരുന്നു, ഒരു കൊച്ചു ആഡുകളൊക്കെ സെൻട്രൽ പേജിൽ നിങ്ങളുടെ കയ്യിൽ വന്ന് കാണും, ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു ഓഫ് ടിഷ്യൂ സാരീസ്. ഗേൾസ് വിൽ മെയ് ഐ ഡോണ്ട് നോ സം വൺ ഓഫ് യു അവിടെ ഒരാൾ തലയാട്ടി. സോ അപ്പം അല്ല ടിഷ്യൂ സാരിയുടെ ആഡ് കുറേ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ടിൽ മാത്രം വന്നുകൊണ്ടിരുന്നു. ഈ ടിഷ്യൂ സാരി മലയാളികൾക്ക് ദഹിക്കുകയില്ല. അതെന്ത് തിളക്കം, ഈ തിളക്കം, ശരി ഓക്കെ, ഈ തിളക്കം വേണ്ട, ആയിക്കോട്ടെ, അവർക്ക് എന്ത് വേണോ ആ രീതിയിൽ അങ്ങ് പോകും. ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടിയതൊന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, അതൊന്നും ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് വേണ്ടിയത് വിൽക്കാനൊക്കെ ശ്രമിച്ചാൽ കോൺട്രാസ്റ്റ് മാറ്റി ഉടുക്കണം, കേരള ഒന്ന് മാറണം, കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും. അനങ്ങുമില്ല. വല്ല ഹിമാലയൻ കൊച്ചു കുന്നുപോലും അല്ല, മല പിടിച്ച് കുളിക്കുന്ന മാതിരിയാണ്. ഞാൻ നിർത്തി പരിപാടി സുല്ല്. ഞാൻ 30 കൊല്ലം മുമ്പേ നിർത്തി. നിങ്ങൾ എന്ത് വേണോ അതെടുത്തോ. ഇല്ല, ബിക്കോസ് ഇപ്പോൾ അല്ല, ഇവൾക്ക് ബ്ലാക്ക് ആൻഡ് റെഡാണ് വേണ്ടി ഞാൻ ബ്ലാക്ക് ആൻഡ് റെഡും കൊടുത്തേക്കും. ചോദ്യം ഉത്തരം ഒന്നുമില്ല. അതെനിക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് ചേരുവോ, ഇഫ് യു വെയർ എ ലെസ് ലൈറ്റർ ബ്ലൂ യു വിൽ ബി ലുക്കിംഗ് ബെറ്റർ എന്നൊന്നും. ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല ഓക്കെ, ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല, പ്ലീസ് ഗോ ഹാഡ്, അത്രേ പറ്റൂ. അപ്പോൾ ഈ പോസ്റ്റ് കാർഡ് സൈസ് ഒരു ആഡ് ഫ്രണ്ട് പേജിൽ, പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു 3-4 കൊല്ലം ഒരു 20 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ല 50 പ്രാവശ്യത്തിൽ കൂടുതൽ വന്ന് കാണും. ഞാൻ ടിക്ക് ഇട്ടു, ഓക്കെ, നൗ they are going to get used to this. They started to wear. അവർ പതുക്കെ ഉടുക്കാൻ തുടങ്ങി. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ 5 രൂപയുടെ സാധനം അടുത്ത വർഷം 6 രൂപയിൽ ചോദിക്കും, 6 രൂപയുടെ സാധനം അടുത്ത വർഷം 7 രൂപയ്ക്ക് കൊടുക്കാം. ഇപ്പം അത് അങ്ങനെയല്ല. പ്രൊഡക്ഷൻ ചാർജും കൂടുമായിരുന്നു. ഇപ്പോൾ റിവേഴ്സിലാണ്. 10,000 രൂപയുടെ സാധനം ചോദിച്ചാൽ പിന്നെ 8,000 താ, 8,000 ചോദിച്ചത് 6,000 താ. ഞാൻ പറഞ്ഞു, ബാബു ഇനി നീ സാധനം വെറുതെ ചോദിക്കുമോ എന്നോടൊന്ന് ഞാൻ ചോദിക്കും. கான்ட்ராஸ்ட் வேணுமா 6 ரூபா கேட்குறாங்க. ஹலோ கமான், ஓகே. டிஷ்யூ வேணுமா 5000 ரூபாய்க்கு വേണുമാ, ഓക്കെ. ഈ ഇവർക്കൊക്കെ അറിയാമായിരിക്കും ഓരോ ഗോഡസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണും പടമെടുക്കുന്നവർ. പക്ഷേ ഇവർ ആക്ച്വലി ദേ ഏൺ ഫ്രം യൂട്യൂബ് ആൻഡ് ദേ സെൽ സ്റ്റുപ്പിഡ് മെറ്റീരിയൽ ഓൺലൈൻ. വാട്ട് ഈസ് ഓൺലൈൻ ആൻഡ് ഓൺലൈൻ ഈസ് ക്വൈറ്റ് ചീറ്റബിൾ. എൻ്റെ ഏജൻസിയുടെ ആൾക്ക് പോലും അറിയാവുമെന്ന് ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വേണം ചോദിക്കാൻ ഞാൻ. Because from the ground, I understand that the online ad people who claim themselves as manufacturers are no manufacturers. They are retailers selling goods, claiming that they are production people. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ വെറുതെ ഒരു സ്ത്രീ ഉടുത്ത് കാണിക്കുന്നു. അപ്പം അവരൊരു വിലയ്ക്കൊരു സാധനം പറയുന്നു. ആ വിലയ്ക്ക് ആ സാധനം അവർക്ക് തന്നെ കൊടുക്കാനൊക്കില്ല. 5 or 10 കൊടുത്തിട്ട് ബാക്കി 300 കേസ് അവരുടെ പേരിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഈ 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ 30 രൂപയ്ക്ക് തരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങി നോക്കും, അല്ല ഇത് എന്തുവാ എന്നൊന്ന് തൊട്ട് നോക്കും. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് ദേ ഗെറ്റ് ലോട്ട് ഓഫ് മണി, ദാറ്റ് ഈസ് ദെയർ ഇൻകം. അപ്പോൾ ഇതൊന്നും ഇപ്പോഴുള്ളവർ അറിയുന്നില്ല. ഈ വരുന്ന തുണി എന്തുവാണെന്നോ ആ തുണി കൊള്ളാവോ എന്നോ റീയൂസബിൾ ആണോ എന്നോ ഒന്നും അറിയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സോ എവരിബഡി വിൽ ലേൺ സ്ലോലി. കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡത്തിന്റെ ഒരു അഭിപ്രായം വലിയ കഷ്ടമാണ്. There are a lot of stores right now, like brands who focus exclusively and കുറെ നോക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ട്രെൻഡ്സ് ഒത്തിരി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിഫറൻസ് മാറി, എസ്പെഷ്യലി അമംഗ് യങ്സ്റ്റേഴ്സ്. സോ ഡു യു തിങ്ക് ആ ഒരു കേരളത്തിന്റെ ഒരു കൺസംപ്ഷൻ ഫാഷൻ സെൻസിബിലിറ്റി അതോ ഡു ദേ ഹാവ് ഒരു സെൻസിബിലിറ്റി ഉണ്ടോ ഫാഷന്റെ ഒരു every state, every district is different per se. explain district differences എന്താണ്? അത് ഞാൻ ഓരോ 5 years 10 years also the complete system changes. നേരത്തെ പഴയത് വെച്ച് പറയുകയാണെങ്കിൽ ഡൽഹി വാസ് ഫുൾ ഓഫ് സ്റ്റോൺസ്. ഞാൻ ഈ ഇപ്പോൾ വായിനോട്ടം ഞാൻ നിർത്തി. മറ്റേ ഞാൻ വായിനോട്ടമായിരുന്നു ഫുൾ ടൈം. ബിക്കോസ് വാട്ട് ദ ഗേൾസ് വേ യുനോ അത് ഞാൻ എപ്പോഴും ഇറ്റ് വാസ് ഇൻ മൈ ലുക്ക് ഔട്ട്. ഇപ്പം നോക്കാനൊന്നുമില്ല. യൂണിവേഴ്സ് ഇസ് ഓൾ ദ സെയിം. എല്ലാം ഒറ്റ വണ്ടിക്ക് കെട്ടിയാൽ വലിച്ചാൽ അങ്ങ് പോകും. ഡൽഹി പണ്ട് ഫുൾ ഓഫ് സ്റ്റോൺസ് ആയിരിക്കും. കൽക്കട്ട വിൽ ബി മൾട്ടി ലെയേർഡ് ആൻഡ് മൾട്ടി കളേർഡ് വിത്ത് ഗോട്ടാപതി എന്ന് പറഞ്ഞാൽ ലൂറെക്സ് ഒക്കെ വെച്ചതൊക്കെ ആയിരിക്കും അവർക്ക് വേണ്ടിയത്. മൾട്ടി കളർ ആയിരിക്കും അവർക്ക് വേണ്ടിയത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെയറിങ് ഓഫ് ദ സാരി അവർ എൻജോയ് ചെയ്യും. ഇതൊന്നുമല്ല ബോംബെ ലിറ്റിൽ ഹെപ്പ് ആൻഡ് അതർവൈസ് നല്ല രീതിയായിരിക്കും ബോംബെ. നമ്മൾ
ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉടുത്ത പടം മാത്രമേ അങ്ങനത്തെ പടം റെഫറൻസ് കൊണ്ടുവന്നേ നമ്മൾ ചെയ്യും. ബാക്കി തെലുങ്കുകാരാണെങ്കിൽ പറയും നേരത്തെ ഉടുത്ത ഒന്നും വേണ്ട, പുതിയ ഫാഷൻ വേണം എന്ന്. അപ്പോൾ ഒരു രസമുണ്ട്, പുതിയ 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 നോക്കിപ്പോയാൽ മതി. അത് പറ്റത്തില്ല. പുതിയത് കാണിച്ച പറയും ഇല്ല, എനിക്ക് അതേ ലൈറ്റ് ലവാൻഡർ അങ്ങനെ തന്നെ വേണം, ലൈറ്റ് പിങ്ക് അങ്ങനെ തന്നെ വേണം, അല്ല മെറൂണ് അങ്ങനെ തന്നെ വേണം. ഐ ഡോണ്ട് വോണ്ട് ദ ജെറി ടു ബി സീൻ, ഐ ഡോണ്ട് വോണ്ട് എനി ജെറി ഓൺ ദ ബോഡി. ബട്ട് അപ്പോൾ താനും വേറെ ഒരാളും തമ്മിൽ എന്ത് വ്യത്യാസം? കല്യാണത്തിൽ വരുന്ന ആളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത് ഇറ്റ് ടേക്സ് എ വൈൽ. ലിമിറ്റഡ് ഫാഷൻ. ആൻഡ് ഇപ്പോഴും ഞാനും എൻ്റെ ഹെഡ് ഡിസൈനർ ജോബിനും ആൻഡ് we are worried that we are in Kerala. ബീനാക്കണ്ണൻ ഇപ്പോൾ സീമാട്ടിയേക്കാൾ ഒരു വലിയൊരു ബ്രാൻഡായിരുന്നു. Equal. Or maybe little half. Okay. Whatever you say. അത് രണ്ടും ഒരേപോലെ തന്നെ. ആൻഡ് ബീനാക്കണ്ണൻ is also grown a little bit bigger. Both, if you say Beenakannan, it's Seemaati. If you say Seemaati, it's also Beenakannan, vice versa. And that's how it is, more or less. What's the question? അല്ല, ഞാൻ ചോദിച്ചത് ഷീമാട്ടിയാണ് തുടങ്ങിയത്, ബീനാക്കണ്ണൻ ആരും അറിയില്ല. പക്ഷെ ബീനാക്കണ്ണൻ ഷീമാട്ടിയേക്കാൾ വലിയൊരു ബ്രാൻഡായി കേരളത്തിൽ. ഞാൻ ചോദിച്ചത് അതിൻ്റെ ഒരു ഇവോൾവ്മെൻ്റാണ് ഞാൻ ചോദിച്ചത്, ആ ഒരു ജേർണി. പ്രത്യേകിച്ചൊന്നുമില്ല. I was as I told, things were going like all these. ഇങ്ങനെ പ്രൊഡക്ഷനിലും ഡെലിവറിയിലും ഡിസൈനിങ്ങിലും എവിടെയൊക്കെ വേണം അവിടെയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൈക്ക് ദേ വിൽ വോണ്ട് ടു സേ, ആണുങ്ങളെ പോലെ അല്ല, 4 ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഒരു ഷർട്ട് എടുത്തിട്ട് പോകും അല്ലേ. ഈ വെള്ളയ്ക്ക് പോയാൽ നിങ്ങൾ എത്ര നേരം എടുക്കും? ഹാർഡ്ലി 3 മിനിറ്റ്, ബില്ല് ചെയ്യാൻ 1.5 മിനിറ്റ്. 4.5 മിനിറ്റ് കൊണ്ട് ആണുങ്ങൾ ഔട്ട് ആണേ. നമ്മൾ 4.5 മിനിറ്റ് കൊണ്ട് ഔട്ടാവാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒലകമക ഭദ്രകാളി ഞാനായിരിക്കും അന്ന്. നിങ്ങളുടെ ഭാര്യ ഒരു കല്യാണ ആവശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷർട്ട് എടുക്കാനായിട്ട് കടയിൽ കയറിക്കേ. So, she will take 5 hours into 10 times, but you will take 5 minutes. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് പഠിക്കുമ്പോൾ യു വിൽ ഓൾസോ ഇവോൾവ് ഫൈനലി. ഇവർക്ക് എന്താ വേണ്ടി, എങ്ങനെ കൊടുത്താൽ എങ്ങനെ പിടിക്കും, എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ, ലെവൽ ഓഫ് തിങ്കിങ്, റിക്വയർമെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പീരിയഡ്സ്, വൈ, വേ, ഹൗ. പിന്നെ ഐ നോർമലി ട്രാവൽ മച്ച് എഹെഡ് ഓഫ് ടൈം ആൻഡ് ഐ കം ബാക്ക് ആൻഡ് ബി വിത്ത് ദം. ഞാനങ്ങ് അങ്ങ് പോവും, തിരിച്ച് റിവേഴ്സ് എടുത്ത് ഞാൻ വന്ന് നിൽക്കും. എൻ്റെ സ്റ്റാഫ് അങ്ങനെയല്ല. ഇവൻ ചിലപ്പോൾ ഞാൻ ഇവിടം വരെ ഓടിപ്പോയിട്ട് തിരിച്ച് ഇവിടം വരെ വരും. എൻ്റെ സ്റ്റാഫ് ഇവിടം വരെ പോയിട്ട് അഭിനവ് ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയും. ഏത് ഞാൻ ഇവിടം വരെ പോയിട്ട് തിരിച്ച് വന്ന് അവൻ അറിയുന്നില്ല. അവൻ ഇവിടുന്നോട്ട് ഇവിടം വരെ പോയിട്ട് പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തതാണല്ലോ. ചെയ്തതാണ്, ക്ലയൻറ്റിന് അത് വേണം. ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് അടിച്ച് വേണം പഠിപ്പിക്കാൻ. ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഐ നീഡ് മോർ ഓഫ് ബനാറസി, പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് വന്നാൽ ഇവർക്കാർക്കും വേണ്ട, അറിയത്തില്ല, ഇഷ്ടമില്ല ഒക്കെ. ഇവർക്ക് ബനാറസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡർ, അങ്ങനെ ഒരു ജാല് കേട്ടോ ബനാറസി. അതല്ലാത്തതൊന്നും ബനാറസി അല്ല, അങ്ങനെ വേണ്ടു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എന്ത് വേണോ അവിടെ ഞാൻ അങ്ങ് നിന്ന് കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ വീവിങ് സെക്ടർ കാണും, ചില സമയത്ത് നമ്മുടെ കൂടെ വീവിങ് സെക്ടർ കാണത്തില്ല. ഇപ്പം ബനാറസി ഇവർക്ക് വേണമെങ്കിൽ ഞാനൊരു അവിടുന്ന് തന്നെ ഞാൻ ആർട്ടിക്കിൾസ് ഇവിടെ കൊണ്ട് വെച്ച് കാണും. വെച്ചിട്ട് ചിലപ്പം വിൽക്കാൻ പറ്റാതെ ഞാൻ കൊണ്ടുപോയി കാണാം. അങ്ങനെ 2-3 ചുറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അതും വിൽക്കാതെ അവന്മാരൊക്കെ തെറി ഞാൻ പകുതി കേട്ടിട്ടുണ്ട്. കുറച്ച് അയക്കും, ബാക്കി കുറച്ച് ഞാൻ തന്നെ സഹിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ കയറും. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ എങ്ങനെ മാർക്കറ്റിൽ 2000 രൂപ 1000 രൂപ തൊട്ട് ബനാറസി കിട്ടാൻ തുടങ്ങും. അത് ഉടനെ കിട്ടില്ലല്ലോ. ഈ ആവശ്യ വിനിയോഗത്തിലാകുമ്പോഴാണ് മാർക്കറ്റിൽ അത്രയും സസ്ത കിട്ടാൻ തുടങ്ങുന്നത്. ആ പോയിന്റിൽ അങ്ങനത്തെ സാധനങ്ങൾ കാണത്തില്ല. സോ ഇങ്ങനെ ഇവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓടാൻ പഠിക്കുമ്പോൾ എന്നെ എന്തിനു വേണേലും കൊള്ളാം. ലൈക്ക് കേരള ഈസ് യൂസിങ് മീ. ഈ ഒരു ഫിംഗർ നെയിൽസിൻ്റെ ടിപ്പ്, സ്മോളസ്റ്റ് ഫിംഗർ നെയിലിൻ്റെ ടിപ്പാണ് കേരള എന്നെ യൂസ് ചെയ്യുന്നത്. ഞാനിതൊന്നും അല്ല. മൈ കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് രീതി റിവാസ് ഇസ് മച്ച് മോർ ഹയർ. അപ്പോൾ ഇവരിങ്ങനെയേ വേണ്ടു. ഇവർക്ക് സ്കാറ്റർ, കുത്താനേ ഇവർക്ക് അറിയത്തില്ല. ഞാൻ കൂടെ ഒന്ന് കുത്താനല്ലേ പറ്റുള്ളൂ, ഒന്നും എംബ്രോയ്ഡറി അല്ല. ഓക്കെ, നൗ ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ. ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? അവർക്കതേ വേണ്ടു, അങ്ങനെയല്ലേ പറ്റൂ. അപ്പം എനിക്കാണെങ്കിൽ ഇതിൽ ഗോട്ട ചെയ്യാൻ അറിയാം, ലൈനിനെ ചെയ്യാൻ അറിയാം. ഇതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഡു ഇറ്റ്. ഗിവ് മി 3 months 2 months. ഇപ്പം ഏത്
യു എസിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഏത് വൈറ്റ് വെഡ്ഡിങ് ഗൗൺ പോലെ എനിക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ 10-1 വില മതി, 10-1 ടൈം മതി. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് തന്നാൽ ഐ എം ദ റെഡി വിത്ത് യു. ഏത് ലെഹങ്ക, ഏത് ഗൗൺ, ഏത് ഫാൻസി ഡ്രസ്സ്, സെൽഫ് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഫുള്ള് യൂസ് ചെയ്യാൻ മലയാളീസിന് തലയെഴുത്തില്ലാതെ പോയി സോഫ. ശിവമാട്ടിക്ക് യുഎസിലും യുഎയിലും ഉണ്ടല്ലോ സാരി ഡിസൈൻസ്. അവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ്? യൂസ്വലി വേലും ഇല്ല. ലോഞ്ച് ചെയ്തായിരുന്നല്ലോ. UAE we had taken the longest saree there and we had put it on a display there. UAE US we did a fashion show taking fabrics from taking items for the fashion show. It was a fashion show in New York and Washington. അല്ലാണ്ട് സെയിലൊന്നും അവിടെ ഒന്നും വെച്ചിട്ടില്ല. ലിനൻ ഫാബ്രിക്സിൽ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുന്നത്? അതിനെന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ നമ്മുടെ ഇവിടെ? ലിനൻ ഈസ് ഓൾറെഡി ഡൂയിങ് ഗുഡ്. നല്ലതായിട്ട് പോകുന്നുണ്ട് ലിനൻ. ഷീമാട്ടിയുടെ ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ഗ്രോത്ത് ആണ് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്? ടോപ്പ് 20 in the word you stand. നോക്കാം, നമുക്ക് ഓരോന്നോരോന്ന് വിൽ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഗോസ്. You don't have a Suppose Kerala accepts me, great, then the things are totally different. So since you find Kerala small, are you planning to expand beyond Kerala? എക്സ്പാൻഡ് ബിയോണ്ട് കേരള എന്ന് പറയുമ്പോൾ ഈ ടേസ്റ്റിനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. ഈ കടിച്ചത് എൻ്റെ കയ്യിൽ കള്ളവഞ്ചിയോ കള്ളപ്പണമോ കള്ളോ കഞ്ചാവോ MDMA വിറ്റ കാശൊന്നുമില്ല. ഉണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ വിത്ത് ദ മണി വിച്ച് ഐ ഏൺ ഫ്രം ദ ടെക്സ്റ്റൈൽസ് ഐ കനോട്ട് ഫൂക്കെന്ന് പോകാൻ പറ്റില്ല.